ഇപ്പോൾ എവിടെ നോക്കിയാലും കുനാഫ കുനാഫ എന്നേ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഒരു കുനാഫ ഡോ തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ കുനാഫയും തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുനാഫ ഡോ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ഇത് വെച്ച് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ കുനാഫ ഡോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് സേമിയ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ടുള്ള കുനാഫ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂണ് നെയ്യേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അര ബട്ടർ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ പാത്രത്തിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഇതിലോട്ടൊന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പാല് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 3-4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും 2 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊസല്ല ചീസോ എന്തെങ്കിലും ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എല്ലാ ഭാഗത്തേക്കൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വന്ന ഡോ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. മൊസല്ല ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തതാണ്. ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡോ കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് അധികം പ്രസ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് എല്ലായിടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഫ്രൈ പാനിലാണ് വെച്ചെടുക്കുന്നതെങ്കിൽ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം മൂടിയിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അടിഭാഗത്തായിട്ട് ഉപ്പിട്ടതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രം ഇറക്കി വെച്ച് 15-20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 നുള്ള് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുനാഫ വെന്തിട്ടുണ്ട്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നന്നായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 സൈഡും ഒന്ന് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടുന്നതായിരിക്കും. സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊടിച്ച പിസ്തയും ബദാമും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചൂട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുനാഫ ആണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.